അതെന്താ? ഇരുട്ടത്തിങ്ങനെ ഒളിച്ചിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നേ. വെളിച്ചത്തിൽ എനിക്ക് ആരുടെയും മുഖം കാണാൻ വയ്യ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനൊന്നും ചിന്തിക്കണ്ട. പിന്നെ എങ്ങനെ ചിന്തിക്കണ്ടേ? അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓരോരുത്തരും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായി തോന്നും. വലിയൊരു തെറ്റാ ഞാൻ ചെയ്തേ, വലിയൊരു തെറ്റ്. എൻ്റെ റെപ്യൂട്ടേഷനേക്കാളധികം ഞാൻ എൻ്റെ കുടുംബക്കാരുടെ വിശ്വാസത്തെയാണ് തകർത്തത്. നമ്മുടെ ബന്ധത്തിൽ മറ്റാരെക്കാളും എൻ്റെ അച്ഛമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത്. കാരണം ഞാൻ അച്ഛമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിച്ചത്. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ അച്ഛമ്മയെ കണ്ടിരുന്നോ അപ്പോഴൊക്കെ അച്ഛമ്മയുടെ കണ്ണുകളിൽ ഞാനൊരു സംതൃപ്തിയും കണ്ടിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് ഇനി എൻ്റെ അച്ഛമ്മ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയും? എല്ലായിടത്തും എൻ്റേതായ ഒരു പേരുണ്ടാക്കിയെടുത്ത ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ അഭിമാനവും തകർത്തിരിക്കുന്നു. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഞാൻ, എല്ലാം. ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര നേരം എന്ന് പറഞ്ഞെങ്ങനെ? ഇതെന്തായി ചെയ്ത്? എങ്ങനെ ഇത് പറ്റിയത്? എങ്ങനെ എന്താണ് ഇതൊക്കെ ചെയ്ത്? എന്റെ തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകുകയാണ്. അതാ ചെയ്തേ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെ കൈയൊക്കെ മുറിച്ചു വെച്ചിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്ത്? എന്ത് കിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താ? നിന്റെ കൺസേൺ. നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോവോ? അതെ. അതേന്ന് പറഞ്ഞ? അതേന്ന് പറഞ്ഞാൽ അതേന്ന് തന്നെ. അവിടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയാ പോയത്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ തനു എന്തായാലും പ്രഗ്നന്റ് ആണെന്ന്? ഇനി എനിക്ക് വേറെ ഒരു കാര്യമില്ല ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പോകുന്നു. അത്രമാത്രമേ ഉള്ളൂ പറയാൻ. തനുവും ഞാനും ഒരുമിക്കുന്ന കാണാൻ നിനക്ക് പറ്റുമോ? എനിക്കങ്ങനൊന്നുമില്ല. തനു എന്നെ ആക്കിയതപ്പോ നീ വിഷമിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇപ്പൊ ഞാൻ പറയുന്നു എനിക്കതിലൊരു സങ്കടവും ഇല്ലെന്ന്. എന്തുകൊണ്ട് നിനക്ക് സങ്കടമില്ല? കാരണം അവിടെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്, നിങ്ങളുടെ സന്തോഷമുള്ളത്, നിങ്ങളുടെ ജീവിതം ഉള്ളത്. അവൾ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാ. ഞാൻ അവൾക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്, അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. അങ്ങനെ അവൾക്ക് നേടിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ സന്തോഷം അവൾക്ക് ലഭിക്കുമ്പോ അതിൽ എനിക്കെന്തിനാ സങ്കടം? ഞാൻ അവൾക്ക് നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞ സന്തോഷം അവൾക്ക് ലഭിക്കുമ്പോ ഞാൻ എന്തിനാ സങ്കടപ്പെടണം? അവൾക്ക് അവളുടെ സന്തോഷം തിരിച്ചു കിട്ടും. പക്ഷെ നിന്റെ സന്തോഷം നിനക്ക് വേണ്ടേ? ഞാനുമായി നിന്റെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പൊ ഇനിയുള്ള നിന്റെ ഫ്യൂച്ചർ എന്തായി തീരും? അങ്ങനെയുള്ളൊരു ബന്ധം നമുക്കിടയിലുള്ളപ്പോ നീ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. തനു എന്റെ ലൈഫിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ അച്ഛമ്മയോട് എന്ത് പറയും? അതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉള്ളത് തനുവിനോടാ. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് അവളിൽ നിന്ന് കിട്ടും.
അച്ഛമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കിട്ടും. ഞാൻ പറയുന്ന മനസ്സിലാക്കൂ. ആ കുഞ്ഞ് അച്ഛമ്മയ്ക്ക് എല്ലാ സന്തോഷവും തിരികെ നൽകും. അപ്പൊ അച്ഛമ്മ ബാക്കിയെല്ലാം മറന്നോളും. നിങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ പോലെ അച്ഛമ്മയ്ക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കണം. നീ ഇപ്പൊ ഇതെല്ലാം പറയുന്നത് നിന്റെ സങ്കടം മറച്ചു വെച്ചിട്ടാണ്. അച്ഛമ്മയ്ക്ക് എന്റെ കുഞ്ഞിനെ കളിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു രീതിയിലല്ല. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അച്ഛമ്മേ? എന്റെ വിവാഹം നീയുമായി കഴിഞ്ഞു. എന്നിട്ട് തനു എനിക്ക് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യാനുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷം അച്ഛമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന ആത്മാർത്ഥമായ സ്നേഹമില്ലേ? രചനയും ആകാശുമായുള്ള കല്യാണം നടത്തിയതോടെ അത് കുറഞ്ഞു കിട്ടി. മതി. അച്ഛമ്മയുടെ കണ്ണിൽ കൂടുതൽ കുഴപ്പക്കാരിയായി കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിക്കോളൂ. എന്നോട് തോന്നുന്ന വെറുപ്പ് തനുവിന് ഇവിടേക്ക് വരാനുള്ള വഴിയൊരുക്കും. എനിക്ക് അവളോട് സംസാരിച്ചേ പറ്റൂ. ഇപ്പൊ തന്നെ സംസാരിക്കണം. അതിന്റെ അർത്ഥം അച്ഛമ്മയുടെ സന്തോഷത്തിന് വേണ്ടി നീ സ്വയം തെറ്റുകാരിയായി മാറുന്നു അല്ലേ? ആരൊക്കെ മനസ്സിൽ നിന്നെ ജീവനായി കൊണ്ടു നടന്നോ അവരുടെ എല്ലാം മനസ്സിനെ മുറിവേൽപ്പിക്കുകയാണ് നീ. പക്ഷേ ഇപ്പോ സംസാരിക്കാനുള്ള ശരിയായ സമയമായിരിക്കില്ല. അതിനുവേണ്ടി എനിക്ക് ഒരു ദിവസം കൂടെ കാത്തിരുന്നേ പറ്റൂ. നാളെ എന്തായാലും എനിക്ക് അവളോട് തുറന്ന് സംസാരിക്കണം. അതിനുശേഷം ഞാൻ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തീരുമാനമെടുക്കേണ്ടതുണ്ട്. സങ്കടം കൊണ്ടുള്ള വേദന കുറച്ചു മാത്രമേ കാണൂ. അച്ഛമ്മയ്ക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പം ഉണ്ടാവുന്നത് വരെ നമ്മൾ ആരുടെയും അടുപ്പത്തെ സ്വന്തമായി എടുക്കരുത്. അച്ഛമ്മയ്ക്കും എന്നോടൊരു അടുപ്പമാണുള്ളത്. തനു ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് തനുവിനോടായി മാറിക്കൊള്ളും. എന്നെ മറന്നുകൊള്ളും. എന്തെന്നാൽ അച്ഛമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും ദുഃഖമാണ് ഞാൻ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അച്ഛമ്മയുടെ അവസാനത്തെ ആഗ്രഹം പോലും എനിക്ക് സാധിക്കാനായില്ല. കാരണം നമുക്കിടയിൽ വിവാഹത്തിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ. ഭാര്യ ഭർത്തൃബന്ധമില്ലല്ലോ. അതുകൊണ്ട് എന്ത് തെറ്റാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് ചെയ്തത്, അത് നിങ്ങളുടെ ഈ രണ്ടാമത്തെ തെറ്റ് മായ്ച്ചോളും. തനുവിന് അച്ഛമ്മയ്ക്ക് അച്ഛമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ തനു ഈ വീട്ടിലൊരു സന്തോഷം കൊണ്ടുവരുമ്പോ അച്ഛമ്മ ഞാൻ ഉണ്ടാക്കിയ എല്ലാ വേദനകളും മറന്നോളും. അതാണ് എനിക്കുള്ള സന്തോഷത്തിന്റെ മറുപടി. ഇനിയുള്ള ജീവിതം ജീവിക്കാനും ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടു, ഇനി ഇത് സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ മറന്നുപോയി എനിക്ക് സന്തോഷവും ഒരാളോടൊപ്പമുള്ള ജീവിതവും പറഞ്ഞിട്ടില്ലെന്ന്. നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞാൻ എത്ര ദിവസം ഈ വീട്ടിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ വളരെ സന്തോഷവതിയായിരുന്നു. ഞാൻ സന്തോഷം അറിയാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു നിങ്ങളിൽ നിന്ന്. വലിയ പ്രശസ്തരായ ആൾക്കാരെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. മ്യൂസിക്കിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ മ്യൂസിക് ഇഷ്ടപ്പെട്ടു തുടങ്ങി, നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയെന്നായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ സന്തോഷത്തിനു വേണ്ടി ഈ തെറ്റൊന്ന് തിരുത്തൂ. എന്തായാലും ആലിയയ്ക്ക് ഇത് സന്തോഷമായിരിക്കും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തനുവിനെ തന്നെ നിങ്ങൾ കല്യാണം കഴിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, എത്രയും പെട്ടെന്ന് തനുവിനെ കല്യാണം കഴിച്ച് കുഞ്ഞിനെ സ്വന്തമാക്കണം. ഒരമ്മയാകുന്നതിന്റെ സന്തോഷമൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഇത്രയും അറിയാം, ഒരു കുഞ്ഞു വാവ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അങ്ങനൊരു മാറ്റം നിങ്ങൾക്ക് അത്യാവശ്യമാണിപ്പോ. അതുകൊണ്ട് പ്ലീസ്, ഞാൻ എന്താണോ പറയുന്നത് അതൊന്ന് ചെയ്യും.
Oh my God. Oh my God, I'm so happy. അബി അവൻ എന്നെ ഫൈനലി അക്സെപ്റ്റ് ചെയ്തു. അതും പ്രിയയുടെ മുന്നിൽ വെച്ച് തന്നെ. Oh my God. So sorry. നീ എനിക്ക് വളരെ ലക്കിയാണ് അറിയോ. നീ ഈ ലോകത്തേക്ക് വന്നത് പോലുമില്ല. അതിനു മുന്നേ തന്നെ എനിക്ക് വലിയ സന്തോഷം തന്നല്ലോ. ബട്ട് എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ അബോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷെ ഇനി അതില്ല. നീ എന്റെ സന്തോഷത്തിന്റെ താക്കോലാണ്. പക്ഷെ എന്തായാലും എനിക്ക് എന്റെ അബിയെ തിരിച്ചു കിട്ടിയല്ലോ. എനിക്ക് ലോകത്തിലെ എല്ലാ സന്തോഷവും കിട്ടാൻ പോവാ. എല്ലാ സന്തോഷവും. എന്തായാലും ഒരു കാര്യം കഴിഞ്ഞു കിട്ടി. ഇനി നോക്കേണ്ടത് പ്രിയ അവളുടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നാ. ആദ്യം എനിക്കുള്ളത് അബിയുടെ വീട്ടിൽ കയറി പറ്റാനുള്ള ചലഞ്ചാണ്. ഐ ഹോപ്പ് അവൾ ആ ചലഞ്ച് പൂർത്തിയാക്കി കാണുമെന്ന. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ യൂസ് ചെയ്യേണ്ടി വരും ആ വീട്ടിൽ പോവാൻ വേണ്ടി. എനിക്കറിയാം നീ പറയുന്നതൊക്കെ ശരിയാണെന്ന്. തനുവും അവളുടെ കുഞ്ഞും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് ഒരിക്കലും നീ കേട്ടില്ലെന്ന് നടിക്കരുത്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നീ എന്നെ വിട്ട് ദൂരേക്ക് പോകണമെന്ന്. വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുക. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് തനു കൂടെ വേണമായിരുന്നു. ഇപ്പൊ നിങ്ങൾ തനുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്നെ ദൂരെ പോകാനും അനുവദിക്കുന്നില്ല. എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാ പറയുന്നെന്ന്. നിങ്ങൾക്കും അച്ഛമ്മയെ പോലെ എന്നോട് അടുപ്പം ഉണ്ടായി പോയതുകൊണ്ടാ. ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോവും. നമ്മൾ ആരുടെയെങ്കിലും കൂടെ കൂടുതൽ സമയം അടുത്തുണ്ടായിരിക്കുമ്പോ പേര് പോലും പറയാനില്ലാത്തൊരു ബന്ധം ഉണ്ടായി പോകും. പക്ഷെ ഈ ബന്ധങ്ങളൊക്കെ മറ്റു ചില ബന്ധങ്ങൾക്ക് മുൻപിൽ ഒരു ശക്തിയുമില്ലാതായി പോവും. സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാതായി പോവും. പതിയെ പതിയെ നിങ്ങൾക്കും തനുവിനോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങും. പിന്നെ എന്നെ മെല്ലെ മറന്നോളൂ. എന്നും ഇനി ഉറക്കമുണരുമ്പോ തനുവിനെ കണ്ടുകൊണ്ട് എഴുന്നേക്കാലോ. എങ്കിൽ എന്നോട് സത്യം പറയേ, അന്ന് രാത്രി നീ എന്നോട് പറഞ്ഞ ആ കാര്യങ്ങളില്ലേ, നീ എന്നെ ഒരുപാട് പ്രണയിക്കുന്നുവെന്ന്. പക്ഷെ പ്രിയ, ഇപ്പൊ നീ ആ വാക്കുകൾ മറന്ന് പ്രവർത്തിക്കുകയാണ്. അതും തനു പ്രഗ്നന്റ് ആണെന്ന് നിനക്ക് തോന്നുന്നു എന്ന ഒറ്റ കാരണത്താൽ. ഞാൻ നിങ്ങളെ ഒരുപാട് മനസ്സിൽ ആദരിക്കുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഒരിക്കലും നിങ്ങൾക്കായി ഒരു തരത്തിലുള്ള ഫീലിങ്സും ഉണ്ടായിട്ടില്ല. ഞാൻ ആ ദിവസം സത്യമായിട്ട് ഒരു തമാശ പറഞ്ഞതാ. ദയവ് ചെയ്തിനി ആ കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കരുത്. ഞാനത് മറക്കാൻ ആഗ്രഹിക്കുക. ഒരുപാട് രാത്രിയായി. കിടന്നുറങ്ങാൻ നോക്കൂ. നാളെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാനുള്ളതാ.
ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ വേദനയൊക്കെ പോയി. പിന്നെ ഒന്നിവിടെ ഇരിക്കേ, എനിക്ക് സംസാരിക്കണം. അത് ഞാൻ ആലോചിക്കായിരുന്നു. നിനക്ക് നിന്റെ ഐഡിയ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. എന്താ? അല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ നിനക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തിക്കൂടെ? ഐഡിയ സെയിം തന്നെ ആയിക്കോട്ടെ, പക്ഷേ കുറച്ച് ചേഞ്ചസ്. എന്ത് ചേഞ്ചസ്? നോക്ക്, എനിക്കറിയില്ല നീ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന്. ആലിയ, തനു, ഞാൻ എല്ലാവരും തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതിന് മുമ്പ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ആർക്കും അതിന് കഴിഞ്ഞില്ല. ഞങ്ങൾ 3 പേരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം നീ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായ പ്രോബ്ലംസും കോംപ്ലിക്കേഷൻസും എല്ലാം ഇപ്പോഴും ഉണ്ടാവില്ലേ? അച്ഛമ്മ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എനിക്കറിയാം നീ അച്ഛമ്മയെ സമ്മതിപ്പിക്കുമെന്ന്. പക്ഷെ പ്രണവ്, ബുൾബുൾ, നിന്റെ അമ്മ, ഇവരുടെയൊക്കെ കാര്യമോ? നോക്ക്, ഇനിയിപ്പോ എന്തായാലും പ്രണവിന്റെയും ബുൾബുളിന്റെയും കല്യാണം കഴിയുന്നവരെ ക്ഷമിച്ചുകൂടെ നിനക്ക്? ഞാനും മനസ്സിലാഗ്രഹിക്കുന്നത് ഇതേ കാര്യം. പക്ഷെ ബുൾബുളിന്റെ അസുഖം മാറി വരാൻ ഇനിയും ഒരുപാട് നാളുകൾ എടുക്കും. തനുവിന്റെ പക്കൽ ഒട്ടും തന്നെ സമയവും ബാക്കിയില്ല. അതിനു മുൻപ് തന്നെ, അതായത് തനുവിന്റെ പ്രഗ്നൻസിയെ കുറിച്ച് മറ്റുള്ളവർ അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഒരുമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഒരുപാട് വലുതായി പോകും. നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നീ പ്രണവിനോടും ബുൾബുളിനോട് എന്തു പറയുമെന്ന്. അവരിത് പെട്ടെന്ന് സമ്മതിച്ചു തരുമോ? പിന്നെ നിന്റെ അമ്മയോട് നീ എന്തു പറയും? ആലോചിച്ചിട്ടില്ല ഞാൻ. ഈ പറയുന്ന ആളുകളുടെ മുഖം ആലോചിച്ചുകൊണ്ടിരുന്നാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചില കാര്യങ്ങൾ, നമ്മൾ കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് തനുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. തനു ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. എന്നാലും വേറെ എന്തെങ്കിലും ഒരു വഴി നോക്ക്. എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കില്ല. നീ ഒന്ന് ആലോചിക്കേ. വേറെ ഒരു വഴിയും ബാക്കിയില്ല. ഞാനും ഒരുപാട് ആലോചിച്ചു. ഈ കാര്യത്തിൽ ഇനി ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാം. ആ വഴിയിൽ നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയും നേടാൻ കഴിയും. ഞാനൊരു യൂ ടേൺ എടുത്ത് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു ചെന്നെത്തും. കോഫി കുടിക്കുന്നേ, തണുത്തു പോവും. അതെ, മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞേ. പറയാനും വയ്യ, പിരിയാനും വയ്യ, പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഴയേ മഴയേ വാനം പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു, വാനം നമുക്ക് ഫ്രണ്ട്സ് ആയിരുന്നൂടെ? തൂങ്കുളിരേ കണ്ടുവോ എന്റെ കാതലിയേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഔട്ട്ഡോർ ക്യാമ്പയിന് പോവാം. അത് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ റിവർ സൈഡ് ഏരിയയിൽ ഭയങ്കര റൊമാൻറ്റിക് ക്യാമ്പിംഗ് ആയിരിക്കും. പിന്നെ അവിടെ വെച്ച് എല്ലാവർക്കും അവരവരുടെ പാർട്ട്നേഴ്സിനൊപ്പം ക്യാമ്പയിൻ ആസ്വദിക്കാം. പിന്നെ എന്റെ പ്രണവ് എന്റെ കൂടെ എത്തുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഡ്രിങ്ക്സ് കഴിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളുണ്ടല്ലോ, നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവിടെ നിന്ന് ദൂരേക്ക് പോകണം. അതിനുശേഷം എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ഞാൻ ചെയ്തു തീർക്കും. പ്രണവിനെ അവിടേക്ക് വരാൻ സമ്മതിച്ചില്ലെങ്കിലോ? അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളെയൊക്കെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഒരിക്കലും അവിടെ വരില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവനെ യു ഹാവ് ടു കൺവിൻസ് ഹിം. അവനെ ഫോഴ്സ് ചെയ്യണം. അവനെ എന്തെങ്കിലും രീതിയിൽ സമ്മതിപ്പിച്ചേ പറ്റൂ. ഓക്കേ? Hey guys, wait. അവൻ വരുന്നുണ്ട്, നോക്ക്. നീ? ഓ
ആലിയ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, ഐ മീൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം ഇവിടെ ഒരു കോളേജ് റീയൂണിയൻ ആഘോഷിക്കാൻ വന്നത്. ഓ, പക്ഷെ നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവാണെന്ന്. ഓ യാ, പക്ഷെ നീ ഈ ഹോട്ടലിലാ വരാൻ പോകുന്നെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. എനിക്കും അറിയില്ലായിരുന്നു നീ ഇതേ ഹോട്ടലിലേക്കാണ് വരുന്നതെന്ന്. ഐ വുഡ് ഹാവ് ടോൾഡ് യു, റൈറ്റ്? ബട്ട് അത് നന്നായി. ഗുഡ് ടു സീ യു. നിന്റെ ദേഹം ഒന്ന് ഇല്ല, ഐ ആം ഗുഡ്. ബൈ ദ വേ ഗൈസ്, ദിസ് ഈസ് പ്രണവ്. ഹായ്. ഏ പ്രണവ്, ഇരിക്കുന്നേ. ഇല്ല ബ്രോ, എനിക്ക് പോയിട്ട് കുറച്ച് ജോലി ചെയ്യാനുണ്ട്. ഒരല്പം ബിസിയാ. ഐ വിൽ സീ യു ഗൈസ് അറൗണ്ട്. ഓക്കേ. ലിസൺ പ്രണവ്, നന്നായി നീ വന്നത്. കാരണം ഇപ്പൊ ആലിയുടെ വലിയ പ്രോബ്ലം സോൾവ് ആയി. എക്സ്ക്യൂസ് മീ. ആലി ആദ്യം നമ്മളോട് വരില്ലെന്നാ പറഞ്ഞത്. ഷി വാസ് കൺഫ്യൂസ്ഡ്. ആലിക്ക് റിവേഴ്സഡ് ക്യാമ്പയിനിങ്ങിന് വരാൻ താല്പര്യമില്ലാന്ന്. ഇപ്പൊ പ്രണവ് വന്നല്ലോ, സോ ഐ ആം പ്രിറ്റി മച്ച് ഷുവർ ഇനി പ്രണവിനോടും ഇല്ലാന്ന് പറയില്ലല്ലോ. പ്രണവ് നീ കൂടി വന്നേ, അവിടെ ഒരുപാട് രസമായിരിക്കും. ആക്ച്വലി ഞാൻ തീർച്ചയായിട്ടും വന്നേനെ, പക്ഷെ ബുൾബുളിനൊരു പ്രോമിസ് ചെയ്തിരുന്നു ഞാൻ. അതായത് അവൾക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുന്നു, അവൾക്ക് കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കി. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അവൾ എന്നോട് പിണങ്ങും. അതാ ഞാൻ. സോ നെക്സ്റ്റ് ടൈം കം ഓൺ പ്രണവ്, ഐ മീൻ ഞാൻ മനസ്സിലാക്കുന്നു നീ ബുൾബുളിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണ്ടേ? ആലിയ, ഞാൻ നിന്റെ കൂടെ ഉറപ്പായിട്ടും വന്നേനെ. ബട്ട് ഇപ്പൊ പറ്റില്ല. ഞാൻ ബുൾബുളിനോട് പ്രോമിസ് ചെയ്തതാണ്. അതുകൊണ്ട് യുനോ ഒരു തവണ ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് പിന്മാറാൻ പറ്റില്ല. നിനക്ക് അറിയാലോ അവരുടെ സ്വഭാവം എന്താണെന്ന്. നോക്ക്, ബുൾബുൾ വിളിക്കുക. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ. ശരി.